He should be able to ലഘിമോ കൗശലം ലംഘിക്കുന്ന ഒരു സാമർഥ്യം അത് രണ്ടും ഒരു ട്രാൻസ്ലേറ്റർക്കാവത് വേണം, ഒരു പൊയറ്റുക്കാവത് വേണം, ഒരു പൊയട്രിയെ എൻജോയ് ചെയ്യുന്ന സഹൃദയമാർക്കാനും വേണം. ഇത് ഇല്ലാതെ പൊയട്രി സാർത്ഥകമാവത്തില്ലേ. ഇത് പൊയട്രിയിലെ അലങ്കാരങ്ങൾ വരും, മഹാറാണിമാർ പറഞ്ഞ പോലെ ഇമേജസ് വരും, അതെല്ലാം ട്രാൻസ്ലേഷനിൽ വരുമാ, അതെല്ലാം എസെൻസ് പോയിടുമോ അങ്ങനെ വിചാരിക്കാം. ഇപ്പോൾ ഒരു പൊയം ഉണ്ട്, ആ പൊയം ഒരു ലവ് പൊയമാണ്. ആ ലവ് പൊയമിലെ ഒലവേ നമ്മ ಬದುಕು മീൻസ് ലവ് ഈസ് അവർ ലൈഫ്, ദറ്റ് ഈസ് ദ ടൈറ്റിൽ. അത് ഷോർട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് ನಾನು ಎಕ್ಸಾಂಪಲ್ ಕೊಡುക്കുന്നു. ನಾನು ಬಡವಿ ಆತ ಬಡವ ಒಲವೇ ನಮ್ಮ ಬದುಕು, ಹಿ ಈಸ್ ಪೂರ್ ಐ ಆಮ್ ಆಲ್ಸೋ ಪೂರ್ ಬಟ್ ಲವ್ ಈಸ್ ಅವರ್ ಲೈಫ್. ಬಳಸಿಕೊಂಡೆವು ಅದನ್ನು ನಾವೇ ಅದಕ್ಕೂ ಇದಕ್ಕೂ ಎದಕ್ಕೂ. ವಿ ಯೂಸ್ಡ್ ಇಟ್ ಫಾರ್ ಅದಕ್ಕೆ ಇದಕ್ಕೆ ಎಲ್ಲದಕ್ಕೂ ವಿ ಎನ್ಕ್ಯಾಸ್ಡ್ ಅವರ್ ಪಾವರ್ಟಿ ಆ್ಯಂಡ್ ಟು ಲೀವ್ ಹ್ಯಾಪಿಲಿ. ಆತ ಕೊಟ್ಟ ವಸ್ತು ಒಡವೆ ನನಗೆ ಅಮಗೆ ಗೊತ್ತು, ತೋಳ ತುಂಬ ತೋಳ ಬಂದಿ ಕೆನ್ನೆ ತುಂಬ ಮುತ್ತು. You know, how will you translate this? It is very romantic. She is saying about their poverty. ಕಳಿಕ್ಯಾನೂ ಇಲ್ಲೇ, ಇರಿಕ್ಯಾನ ഒരു കുട്ടിൽ സഹിತ ഇല്ലേ, കുടീരമೂ ഇല്ലേ. Then he is giving, she says, തോള തുമ്പ തോള ബന്തി അവൻ കൊടുത്തു ഒരു ആഭരണം, ആഭൂഷണം, തോളിൽ വെക്കുന്ന ഒരു ആഭൂഷണം അവൻ കൊടുത്തു, എനിക്ക് തന്നു. പിന്നെ കാതിലെ അവന് കെന്നയിലെ ഇൻ മൈ ചീക്സ് he gave മുത്തു മീൻസ്, മുത്തു മീൻസ് ചുംബനം അത്. സോ ദിസ് ഈസ് വാച്യാർത്ഥം, ദറ്റ് ഈസ് ധ്വന്യർത്ഥം. കാവ്യത്തിലെ പറയും കാവ്യസ്യാത്മാധ്വനി ಅನ್ನುವರು ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. നേരമായി പറയാതെ സൂക്ഷ്മമായിട്ട് പറയുന്ന ഈ കാര്യങ്ങളെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദ ട്രാൻസ്ലേറ്റർ. സോ ನಾನಿപ്പോൾ ഇത് പറ്റി പറയുന്നില്ല. ನಾನು ಟೆಕ್ಸ್ಟ್ പറ്റി പറയാനേ ഡോക്ടർ മുരളി സാറുണ്ട്, ഡോക്ടർ ശർമ്മ സാറുണ്ട്, ഇവരെല്ലാം പറയും. ഇപ്പോൾ ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റേഴ്സ് ഡിഫിക്കൽട്ടി പറ്റി പറഞ്ഞ്. ഇപ്പോൾ ഇതിലെ 2 പൊയംസ് ഞാൻ പഠിച്ചു. അതിലെ ONV കുറുപ്പ് സാർ പറയും, ദുഃഖങ്ങൾ വരും, സന്തോഷം വരും, സങ്കടം വരും, സന്തോഷം വരും, ഏതു വന്നാലും ഞാൻ ഗസ്റ്റ് പോലെ സ്വാഗതിക്കും സത്കരിക്കുമെന്ന്. അത് ഒരു നല്ല ഘോഷവാക്യമാണ്. സോ മേഡം സുഗതകുമാരി ഹീമോഫീലിയ അവർ പറയും, ഇത് പൂർ മെൻസ് ആർ ലൈക്ക് ഹീമോഫീലിയ, അത് ബ്ലഡ് വന്നിട്ടേ ഇരിക്കും, ബ്ലഡ് നിൽക്കാതെ, ജസ്റ്റ് എ ഡിസീസ് യുനോ. സോ പൂർ പീപ്പിൾസ് wound never get dried and blood, they will be bleeding ever. She is a leftist thinker, I think, and also leftist and a ദീന ദളിത പരമായിട്ട് എഴുതുന്ന സരസ്വതി സമ്മാനം പഠന വലിയ ലേഖകിയാണ് സുഗതകുമാരി. സോ ഇവർ എല്ലാവരുടെ കവിതകളെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടു സം അപ്പ്, ടു എൻഡ് അപ്പ്, I will give an example why translation is beneficial for the languages and the Ajubaju states. Angane vicharikam. If translation work was not done, we would not have understood Chamminu or Vaikam Muhammad Bashir or Madhavi Kutti or anybody's ലേഖനങ്ങൾ we would not have understood. You would not have read and understood Dr. U.R. Ananthamurthy or Dr. Shivaram Karanth, who won Jnanapita Prashasti in our Karnataka. 8 people are there. So all these things are to be kept in mind. That barter is to be done, you know, that cultural barter is to be done. ഒരു ചെറിയ പൊയമിലെ ഞാനിത് സമപ്പ് ചെയ്യുന്നു. അതിലെ എങ്ങനെ അത്
ഭാഷ വരാതെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് 4 ലൈൻ ഉണ്ട് അതിൽ ഞാൻ കന്നഡത്തിൽ പഠിച്ചാൽ உங்களுக்கு ചില ശബ്ദങ്ങൾ മനസ്സിലാവും. അത് ഞാൻ ഒരു അനുസ്വാരം വെച്ച് പഠിച്ചാൽ തമിഴ്ക്കാർക്കും മലയാളക്കാർക്കും ട്രാൻസ്ലേഷൻ പോലെ കാണും. അത് പഠിച്ച് ഞാൻ ഐ വിൽ സം അപ്പ് മൈ അധ്യക്ഷീയ ഭാഷണം. 100 ಮರ 100 ಸ್ವರ ಒಂದೊಂದು ಅತಿ ಮಧುರ ಬಂಧವಿರದೆ ಬಂಧುರ ಸ್ವಚ್ಛಂದ ಸುಂದರ ಸ್ವಚ್ಛಂದ ಸುಂದರ. ಇದು ಕನ್ನಡ. ಬಟ್ ವೆನ್ ಐ ಆ್ಯಡ್ ಅನುಸ್ವರಂ ಟು ಇಟ್, 100 മരം 100 സ്വരം ഒന്നൊന്നും അതിമധുരം ബന്ധമില്ലാതെ ബന്ധുരം സ്വച്ഛന്ദ സുന്ദരം സ്വച്ഛന്ദ സുന്ദരം. നിങ്ങളെല്ലാവരെയും കണ്ട പോലെ 100 മരങ്ങൾ 100 സ്വരങ്ങൾ ഉണ്ട്. ഒന്നത്തുക്കൊന്ന് ബന്ധമില്ലേ, ആ പക്ഷി ഏതോ ഈ പക്ഷി ഏതോ. ആനാലും ആ സ്വച്ഛന്ദത്തെ ഇതിലെ ഫ്രീഡമിലെ ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു ഉല്ലാസമുണ്ട്. അതെ ഓർമ്മിച്ച് ഇന്ന് എന്നെ വിളിച്ച് 4 വാക്ക് ഷെയർ ചെയ്യാൻ അവകാശം തന്ന എല്ലാവർക്കും, പിന്നെ വേദികമേലുള്ള എല്ലാ എഴുത്തുകാർക്കും പ്രശസ്ത വിദ്വാംസർക്കും നമസ്കരിച്ച്, നിങ്ങൾക്കും നമസ്കരിച്ച് വിഷ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ എന്ന് പറയും. ജീവൻ സാർക്ക് ഈസ് ഓൺ ദ ത്രെഷ് ഹോൾഡ് ഓഫ് ഹിസ് 60th ഇയർ. സോ അത് ബഹുമാന്യർക്ക് അറിഞ്ഞില്ല എന്ന് തോന്നും. ഇൻസ്റ്റെഡ് ഓഫ് ഷഷ്ടിയബ്ദി സമാരംഭം he has done this good work and presented himself before you. That is most welcome. നമസ്കാരം. വളരെ വൈകി ഈ യോഗം ആരംഭിക്കാനും ഇപ്പോൾ തന്നെ ഇനി ചില പരിപാടികൾക്ക് മുൻപ് സംസാരിക്കലാണ്. എനിക്കും പോകാൻ കുറച്ച് തിരക്കുണ്ട്. അത് കാരണം ഞാൻ ഒരു ദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ ഒരുങ്ങുന്നില്ല. എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ജീവൻ കുമാറും ആയിട്ടുള്ള ബന്ധം, സ്നേഹബന്ധം ആലോചിച്ചാൽ കോട്ടവട്ടം കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരിക്കൽ കോട്ടവട്ടത്ത് ഞാൻ പോയിട്ടുണ്ട്. ശ്രീമതി ലളിതാംബികാന്തർജനം എന്നോട് വളരെയധികം സ്നേഹവും വാത്സല്യവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രകാശിതമായ പുസ്തകത്തിൽ ഉൾപ്പെട്ട ഒരു കവിതയുടെ ഉടമസ്ഥ ഗീത എൻ്റെ വിദ്യാർത്ഥിനിയാണ്. ജീവൻ്റെ പിതാവ് ദാമോദരൻ പോറ്റി സാറ് വളരെയധികം മമത ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഹരിപ്പാട്ട് ചെങ്ങാരപ്പള്ളി കുടുംബവും കോട്ടവട്ടം കുടുംബവും തമ്മിലുള്ള ബന്ധം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ചെങ്ങാരപ്പള്ളിയിലെ ലീല എൻ്റെ സഹോദരിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പഴയ ഓർമ്മകൾ വളരെയധികം ഉണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ്റെ, രാമനാട്ടം എഴുതിയ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൊട്ടാരത്തിലുള്ള ദേവാരമൂർത്തികളെ കോട്ടവട്ടം പോറ്റി കുടുംബത്തിലേക്ക് കൊടുത്തു എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല അത് ശരിയാണെങ്കിലും ഇല്ലെങ്കിലും അന്ന് മുതൽ 17ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യം കോട്ടവട്ടം കുടുംബത്തിന് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന്
പ്രകാശിതമായ പരിഭാഷാ ഗ്രന്ഥം. ശ്രീ ജീവൻ എന്തുകൊണ്ടാണ് ഈ കവിതകൾ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. ഈ 10 കവിതകൾ പ്രാതിനിധ്യ സ്വഭാവേന ഏതെങ്കിലും മുഖം കാണിക്കുന്ന കവിതകളാണെന്ന് തോന്നുന്നില്ല. ഇതിലെ പല കവിതകളും അദ്ദേഹം തന്നെ ചില ആനുകാലികങ്ങളിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനഃപ്രകാശനമാണ്. പുസ്തകം വളരെ മനോഹരമായി ആർട്ട് പേപ്പറിൽ ഭംഗിയായി അടിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ സമീപകാലത്തെ കണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം എല്ലാ മലയാള കവിതകളും ഇംഗ്ലീഷ് കവിതകളും താരതമ്യം ചെയ്ത് പരിശോധിച്ചെന്തെങ്കിലും പറയാൻ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. സമയവും വൈകിയിട്ടുണ്ട്. ഈ മൊഴിമാറ്റം എന്നുള്ള വാക്ക് ഒരു പുസ്തകത്തിന് എങ്ങനെ ഇടും എന്ന് എനിക്കറിയില്ല. മൊഴിമാറ്റം എന്ന് പറഞ്ഞാൽ ഭാഷാന്തരം എന്നുള്ളതാണ്. പുസ്തകത്തിന് ഭാഷാന്തരം എന്നൊരു പേരിടുന്നത് ഉചിതമാണെന്ന്, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണല്ലോ പ്രാധാന്യം. അപ്പം മൊഴിമാറ്റം എന്നൊരു വാക്ക് ഗ്രന്ഥശീർഷകമായിട്ട് വരുന്നത് എങ്ങനെയെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഈ കവിതകളെ ശ്രീ മുരളി ശിവരാമകൃഷ്ണൻ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻട്രഡക്ഷനാണ് ആ കവിതയ്ക്ക് എഴുതിയിരിക്കുന്നത്. ശ്രീ ജീവൻ്റെ ആദ്യത്തെ പുസ്തകമാണിതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇങ്ങനെ ഒരു പരിഭാഷ യജ്ഞോപവീതത്തിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് കവിതയും ലേഖനവും ഒക്കെ ഒരുപാട് വായിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഔചിത്യ വീക്ഷയനുസരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില കവിതകൾ, പ്രശസ്തന്മാരായിട്ടുള്ള ഒളപ്പമണ്ണയുടെ ഘടികാരം എന്നുള്ള ലഘു കവിത വളരെ സുന്ദരമാണ്. അതുപോലെ ഗീതയുടെ കവിത വളരെ പെനിട്രേറ്റിംഗ് ആണ്. മറ്റ് എല്ലാ കവിതകളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ ഞാൻ വിസ്തരിക്കുന്നില്ല. എനിക്ക് പരിചയമില്ലാത്ത 2 കവികളാണ് സുരേന്ദ്രനും പിന്നെ ഒരു കൃഷ്ണവാരി. ഇവരെ 2 പേരെയും എനിക്കറിയില്ല. ബാക്കി എല്ലാവരെയും അറിയാം. അവരുടെയൊക്കെ കവിതകൾ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. കവിതാസ്വാദനം എന്ന് പറയുന്നതൊരു കവിതാസ്വാദനവും നല്ല കവിതകളും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് മലയാള കവിതയുടെ ചില അംശങ്ങൾ മലയാളം അറിഞ്ഞുകൂടാത്ത വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിന് ഈ ഗ്രന്ഥം ഉപകരിക്കും. ശ്രീ ജീവൻ കുമാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശ്രേഷ്ഠരായ വ്യക്തിത്വത്തിന് എൻ്റെ നമസ്കാരം. ശർമ്മ ചേട്ടൻ്റെയോ മുരളി ചേട്ടൻ്റെയോ കമല ചേച്ചിയുടെയോ ഒന്നും മുമ്പിൽ ഞാൻ ഒന്നുമല്ല. അതുപോലെ സദസ്സിലും എന്നെക്കാളൊക്കെ എത്രയോ പരിചയവും പഴക്കവും ഉള്ളവരിയ്ക്കുന്നു. എങ്കിലും എന്നെ ആശംസയ്ക്ക് വേണ്ടിയിട്ട്, ഈ കർത്തവ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ചേട്ടൻ നിയോഗിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാത്സല്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ യോഗക്ഷേമ സഭയുടെ മുഖപത്രം, തിരുവനന്തപുരം ജില്ലയുടെ അതിൻ്റെ മുഖപത്രം യജ്ഞോപവീതത്തിൻ്റെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കൂടുതൽ അദ്ദേഹമായിട്ട് അടുത്തിട്ടുള്ളത്. അപ്പോഴേ എപ്പോഴും ഒരു ഗുരു ആ രീതിയിലോ അല്ല എന്തെങ്കിലും രീതിയിൽ ഒരു ശാസനാപൂർവം എന്നെ നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ചില ആർജവം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എഴുതും. യാത്രയാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും അതിൽ നിന്ന് ഉൾക്കൊണ്ട് ഞാൻ യാത്ര. അപ്പോൾ ജീവൻ ചേട്ടൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എഴുതണം. പക്ഷേ നമ്മുടെ പത്രത്തിൽ തന്നെ നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറുള്ള ആൾക്കാരുടെ ചാൻസ് പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തായാലും
അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോത്സാഹനം എനിക്ക് എപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിനോട് എനിക്ക് ഒരു പ്രത്യേക ബഹുമാനവും പേടിയുമുണ്ട്. ഇപ്പോഴേ ഈ കാര്യം തന്നെ ബുക്ക് എൻ്റെ കയ്യിൽ തന്നു, നേരത്തെ എൻ്റെ കയ്യിൽ തന്നു, വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കി. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് കവിത ഇഷ്ടമല്ല. കാരണം അത്യന്താധുനിക കവിതകളിലേക്ക് പോയപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ വയ്യാണ്ടായി തുടങ്ങി. അതുകൊണ്ട് ഒരുപക്ഷെ ഹാഫ് സെഞ്ചുറി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം, എങ്കിലും ഈ അത്യന്താധുനിക കവിതകൾ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഞാനതങ്ങ് നിർത്തി. മഹാകവി പി അക്കിത്തം, പിന്നെ ബാലാമണി അമ്മ, അവരുടെയൊക്കെ എത്രയോ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട് അവർ. അതൊക്കെ നമുക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു. അത് ചില വിവാദങ്ങളിലൊക്കെ പെട്ട് അവരുടെ ചില വാക്കുകൾ തന്നെ തിരുത്തിയാണ് നമുക്ക് പാഠപുസ്തകത്തിൽ ചേർത്ത് തുടങ്ങിയത്. അതോടുകൂടി കുട്ടികൾക്കും അതൊന്നും മനസ്സിലാവാണ്ടായി തുടങ്ങി. അവരെന്ത് ചെയ്യും, എന്തെങ്കിലും വേണ്ടി വന്നാൽ ഉടനെ ഇൻ്റർനെറ്റ് എടുക്കുന്നു, ടക്ക് 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 അടിക്കുന്നു, അതിൽ നിന്ന് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അവർ കവിത ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരത്തിന് പോലും പ്രസക്തി ഇല്ലാണ്ടായി തുടങ്ങി. അവർ വായിക്കുകയുമില്ല. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരമില്ല. അപ്പോൾ ഈ സംഭവം വായിക്കാനും ആരുമില്ലാണ്ടായി. സത്യം, ഈ വായന മരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും വായന മരിക്കുന്നുണ്ട്. കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന വളരെ അപൂർവമുള്ള കുട്ടികളോട് ചോദിച്ചാൽ എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. ബാലരമ പോലും റീഡബിലിറ്റി ഉള്ളതാണ്. ബാലരമ ഡൈജസ്റ്റ് റീഡബിലിറ്റി ഉള്ളതാണ്. അതൊന്നും അവരൊന്നും വായിക്കാറ് പോലുമില്ല. കാരണം വെച്ചാൽ അതാണ് എൻ്റെ ആ സംഭവങ്ങൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ബുക്ക് വന്നപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കവിതകൾ ഒരു 10 എണ്ണം അദ്ദേഹം ഏതൊക്കെയോ എന്ത് രീതിയിലാണ് അത് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതെടുത്തു. അതിന് നല്ലൊരു ട്രാൻസ്ലേഷൻ, മുമ്പേ ഇവിടെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഇടത്ത് സൈഡിൽ തന്നെ അതിൻ്റെ ആത്മാവ് ഇരിക്കുകയാണ്. അതുപോലെ ഇരിക്കണം വലത്തുവശത്തിരിക്കുന്നത്. ഈ സമയത്ത് എനിക്കൊരു ഓർമ്മയുണ്ട്, ജനയുഗത്തിലൊക്കെ മുമ്പ് ബംഗാളി നോവൽ 20-ാം നൂറ്റാണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുമായിരുന്നു. നല്ല ഒന്നാം തരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. കാര്യം വളരെ സിമ്പിളാണ്, വളരെ വ്യക്തമാണ്. നമുക്ക് ട്രാൻസ്ലേഷനാണ്, വായിക്കുന്നത് തോന്നുപോലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്ന. അപ്പോൾ അതുപോലെ ഒന്നും അല്ലെങ്കിൽ പോലും വളരെ വളരെ സിമ്പിളായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് പിന്നെ അത് നിരൂപണമല്ല, എങ്കിലും പറയാണ് എരുമേലി പേട്ട തുള്ളൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലും എരുമേലി പേട്ട തുള്ളൽ എന്ന് പറയുന്നതാണ് ഒരു സുഖം. കാരണം വെച്ചാൽ തുള്ളൽ ഒരിക്കലും ഡാൻസ് ആവില്ല. എരുമേലി ഡാൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു 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 തോന്നും. അതുപോലെ തന്നെ പൈക്കുട്ടി, എന്ത് സുഖമാണ് കേൾക്കാൻ പൈക്കുട്ടി. അത് ഖാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു വല്ലായിക. അങ്ങനെയൊക്കെയുള്ള ചിലതുണ്ട്. അത് കവിയുടെ ഇഷ്ടമാണത്, കവിയുടെ ഇഷ്ടം. നമ്മൾ ആ സൃഷ്ടിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ എനിക്കത് തോന്നി. എങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സതുദ്ദേശത്തിൽ എൻ്റെ മാത്രമല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന യോഗക്ഷേമ സഭയുടെ എൻ്റെ കലാസാംസ്കാരിക കൺവീനറായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അത് മുഴുവൻ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. ചേട്ടൻ പിന്നെ ജീവൻ ചേട്ടൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു നാമമാണ് ഭാരതി ചേച്ചിയുടെയും. രണ്ടുപേരെയും ഞാൻ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Good evening. First of all, let me apologize for not being able to speak so beautifully in Malayalam. Although I know Malayalam very well, I'm not that connected with the living aspect of the language, because I have been away from this part of the world for quite some time. But I am very impressed, let me tell you, after coming here, because on an evening like this, especially with political problems outside, I never expected so many people to turn up, and more and more people were coming in, and they are prepared to listen to talk on translation, the finer aspect of language, some issues related to Padmanabha Swami temple, and so many things. And people have been very quiet and attentive. This is something which I find
this happens only in this part of the world, let me tell you. To get hold of the number of people on an evening like this and make them listen to poetry. Perhaps Kerala seems to be the last place on earth where readership has continued. People still buy books and people read. The rest of the world has kind of given up on writing. I'm really sorry to say, because I am a man of letters. I live by books. I'm a writer. I have to teach poetry. I'm the last professor of poetry in my university. Probably with me, the professorship of poetry will disappear, and we will have only literary theoreticians and people who survive on language and gimmicks like that. That is the fate of the world. I was telling Professor Sharma a few minutes ago about a major Sanskrit thinker, Professor Sheldon Pollock. I don't know, very few of you may know about him, but Sheldon Pollock is a professor of Sanskrit and the last of the professors of Sanskrit in the University of California. Professor Sheldon Pollock just retired recently. He's one of the seminal thinkers on Sanskrit aesthetics, Sanskrit literary theory, on Ramayana, Mahabharata, and the text of Sanskrit aesthetics. Pollock recently held an interview for the professor of Sanskrit, the chair of Sanskrit in many parts of the world. 400 people were interviewed, and he made it a public statement saying that not a single person is proficient in the language, and it's a very sad state of affairs. Primarily because people are not prepared to take up Sanskrit and take it to that level. Sanskrit is not a living language. None of us speak Sanskrit, although we claim that we are proficient in that language. We can use certain words in Sanskrit. Especially in Kerala and West Bengal, people use a lot of Sanskrit words because these are two languages which still owe some allegiance to Sanskrit. And of course, Kannada and Telugu also follow suit. But Sanskrit is almost a dead language, but the heritage of Sanskrit still survives. The heritage of Sanskrit still survives because there are certain people in this world who still continue to cherish the values which were explored in that language. Now, I'm not taking too long because I'm trying to say that language is a vehicle of culture. Language primarily is something which takes culture forward. And without a profound language like Sanskrit, of course, like High Latin and High German and Japanese language, there are so many languages which are really classical. And along with that, Sanskrit is something which actually takes up a certain way of living, a certain set of values associated with life and living, which takes it forward. And Malayalam, along with Bengali perhaps, and Kannada to a little extent, has continued to cherish those values which were actually promoted by Sanskrit thinkers, Sanskrit writers. We have a great allegiance. In Malayalam, we have a great tradition which goes right up to Mahabharata and Ramayana. Even now, if we hold discussions on Mahabharata and Ramayana, I'm sure only in Kerala there will be lots of people, pundits and even laymen, they will come forward and they will participate healthily and they will articulate from Ramayana and Mahabharata. This survives primarily because Malayalam has been translated heavily. See, Malayalam is one of the languages in South India which has benefited a great deal through translations. Because in the 70s and 80s, for instance, Malayalam writers translated a great deal of Latin American writing, Russian writing, Eastern European writing, and many lesser known writers into Malayalam. Similarly, Malayalam also has been translated into various languages. Tagari, for instance, has been translated into almost 20-25 languages of the world. Major Slavonic languages, you will find Tagari's Jamin, ONV's poetry, Vallathol, Kumaranasan, all these people have been translated. So translation from Malayalam and into Malayalam has actually given a great impetus to people in this part of the world. And this continuous involvement in reading and writing and buying and sharing poetry has made this the right part of the world for a tradition and a value to survive. So this is the point which I wanted to make, and I wanted to make it very quickly. Of course, I had a whole speech in which I wanted to talk to you about various forms of translation, problems of translation. Lots of people have already mentioned this issue that Jeevan brought in, Mozhimaattam. The first thing that I mentioned when Jeevan brought the book and the manuscript earlier to me, asking me to write an introduction.
I first raised this question. Mozhimattam, of course, is concentrating more on language. Poetry, the last thing, in fact, poetry has many aspects. Language is only one aspect of it. There are several dimensions to poetry. There are ways in which, we talk about Vaikhari speech, Madhyama speech, Para and Pashyanti. There are several levels of meaning. Para Pashyanti levels we are not going. At least Pashyanti. Pashyanti is, in Sanskrit they say Pashyanti means sees or seeing speech. Seeing speech ultimately survives in poetry. And when you are talking about language, you have to see into the speech which happens in poetry. So Mozhimattam or Bhashantaram or Anuvadam may not be the only way in which poetry can be translated. But Jeevan has taken a very, very, very serious involvement in Mozhimattam. He has tried to put poetry into words which are easily accessible. This is what I was very impressed by. A lot of people have been mentioning. Professor V.S. Sharma also mentioned that, because he has put it in a very simple way and he has put it forward. There may be many mistakes. Pundits and scholars will discuss in debates about translation. We have had many discussions and debates, and over the years, not only in this part of the world, in the rest of the world, we have had discussions on, what are the major aspects of translation, what is significant and what is not. Very simple things like Professor Balakrishnan, B.C. Balakrishnan was here. I remember a discussion we had there on a very simple issue, like, for instance, in Tagadi's Chammin, I'm just going back to the simple text, everybody knows that, where there is this question of, Kochumadalali and Thangakodam. Kochumadalali Arana Karathamma. And the Thangakodam he uses. And Thangakodam has been translated as golden pot. So I know that many of you, what is this? What is Thangakodam? You call somebody a Thangakodam. And the Thangakodam, that is not